അതെ, 2025 ഗോളൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി 12 മാസം മുന്നോട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നേക്കരുത്. ഈ 12 മാസം അങ്ങോട്ട് ഓടിപ്പോകുന്നേ. നമ്മുടെ ചിന്ത എന്താ? 12 മാസം ഉണ്ടല്ലോ, നാളെ ചെയ്യാം. പക്ഷെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കോ. ഞാൻ ഏതായാലും സെറ്റ് ചെയ്തപ്പോൾ ഇപ്രാവശ്യം ഗോളിനോടൊപ്പം ഞാൻ ഓരോ പേഴ്സൺസിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓരോ ഗോളിലും. എന്തിനാണെന്നറിയോ? ഈ ആളുകളെ ആഡ് ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ടെംപ്ടേഷൻ, മോട്ടിവേഷൻ, ഇൻസ്പിറേഷനൊക്കെ കൂടുതലായിരിക്കും. ഇപ്പം എൻ്റെ ചില ഗോളുകളിൽ ഞാനൊരു 3 വിധത്തിലാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ചില ഗോളുകളിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചിലരെയാണ്. കാരണം എൻ്റെ ആ ഗോളുകളിൽ അവർ കണക്റ്റഡ് ആണ്. അവരെ കൂടി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഗോൾസാണത്. അവരെന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഗോൾസാണ്. അവരുടെ ഇൻസൈറ്റ്സും അഡ്വൈസും കിട്ടേണ്ട ഗോൾസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചിലർക്ക് വേണ്ടിയിട്ടുള്ള ഗോൾസാണത്. അടുത്തത്, എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തവർ, ഇൻസൾട്ട് ചെയ്തവർ. പലപ്പോഴും പല ഗ്രൂപ്പിലൊക്കെ കൂടുമ്പോൾ പല പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മുടെ ചില കുറവുകളൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ കുറവുകളുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ വെറുതെ നമ്മളവിടെ പരാമർശിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള ചിലർക്ക് വേണ്ടിയിട്ടും ഞാൻ ചില ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ ഗോൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായി എന്ന് അവരെയല്ലേ ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്. അവർ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നവരും കളിയാക്കുന്നവരും എപ്പോഴും നമ്മൾ മോട്ടിവേഷനായിട്ട് എടുത്തോ. കാരണം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഊർജ്ജത്തോടെ ഓടാൻ പറ്റും. അടുത്തത്, ഈ 2 കൂട്ടരും അല്ല, എന്നെ സ്നേഹിക്കുന്ന ചിലരുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കണക്കെടുത്താൽ ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ ഫാമിലിയിലുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിലുണ്ടാവും, നമ്മുടെ ബന്ധുക്കളിലുണ്ടാവും, നാട്ടുകാരിലുണ്ടാവും, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഭയങ്കര വിശാലതയുള്ളതാണ്. പക്ഷേ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ്, നമ്മുടെ നെഗറ്റീവ്സ് തിരിച്ചറിഞ്ഞ്, നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ നമ്മളായി മനസ്സിലാക്കി സ്നേഹിക്കുന്ന അപൂർവം കുറച്ച് പേരെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുള്ളൂ. ആ കുറച്ച് പേർക്ക് വേണ്ടി എന്തെങ്കിലും ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് അങ്ങനെയും ചില ഗോൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ. നിങ്ങളുടെ ഗോളുകളൊക്കെ അച്ചീവ് ആവട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടട്ടെ. വീണ്ടും കാണാം. നിങ്ങളുടെ ഗോൾസൊക്കെ എന്നോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. താങ്ക്